മലയാളത്തിൻ്റെ മഹാനടനെ കാണാൻ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു അതിഥി വന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജിൻസൺ ആൻഡോ ചാൾസ് ആയിരുന്നു അതിഥി. അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മന്ത്രിയാണ്. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജനായ ആദ്യത്തെ മന്ത്രിയാണ് ജിൻസൺ. അദ്ദേഹം നമ്മുടെ മഹാനടനെ ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം എത്തുമോ എന്നുള്ളത് ഈ റിപ്പോർട്ടിലൂടെ നമുക്കറിയാം. കൊച്ചിയിൽ ചിത്രീകരണം തുടരുന്ന മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു അപൂർവ കൂടിക്കാഴ്ച. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി മമ്മൂട്ടിയെ കാണാനെത്തിയ ജിൻസൺ തന്റെ മാർഗദർശിയെ ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിച്ചു. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ക്ഷണിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക കത്ത് ജിൻസൺ മമ്മൂട്ടിക്ക് കൈമാറി. സിനിമയടക്കം 6 സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ ക്ഷണം മമ്മൂട്ടി ഹൃദയപൂർവ്വം സ്വീകരിച്ചു. 2007 അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് കാഴ്ച എന്ന സൗജന്യ നേത്രചികിത്സാ പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. ആശുപത്രിയിൽ നിന്നുള്ള വിദ്യാർത്ഥി വോളണ്ടിയേഴ്സിനെ നയിച്ചത് അന്ന് നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന ജിൻസൺ. പിന്നീട് മമ്മൂട്ടി കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആരംഭിച്ചപ്പോൾ അതിലെ സജീവ സാന്നിധ്യം. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയപ്പോഴും പ്രിയനടന്റെ സാമൂഹിക സേവന പദ്ധതികളുടെ ഭാഗമായി ജിൻസൺ. ഇനിയും ഏറെക്കാലം മന്ത്രിയായി തുടരാനാകട്ടെ എന്ന് ആശംസിച്ചാണ് ജിൻസനെ മമ്മൂട്ടി യാത്രയാക്കിയത്. നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ്, കെയർ ആൻഡ് ഷെയർ ഡയറക്ടറും മമ്മൂട്ടിയുടെ മാനേജറുമായ ജോർജ് സെബാസ്റ്റ്യൻ, പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. എന്തായാലും മമ്മൂക്ക ഓസ്ട്രേലിയയിൽ പോയി നമ്മുടെ മലയാളിയുടെ കാര്യമൊക്കെ അവരോടൊന്ന് പറഞ്ഞിട്ട് പോരാ. എന്തായാലും സർക്കാരിൻ്റെ ഔദ്യോഗിക ക്ഷണമല്ലേ, അത് സ്വീകരിക്കുന്നു എന്നറിയുന്നില്ല. സന്തോഷം.